ഹേയ് പി എസ് സി ആസ്പിറൻസ്, ഇതൊരു സ്റ്റഡി ബ്ലോഗ് അല്ല, ഒരു റീസെറ്റിംഗ് ബ്ലോഗ് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് വരാൻ പോകുന്ന 10th ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ്. അതായത് മെയിൻ എക്സാമിൻ്റെ സിലബസ് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്കമിങ് 10th ലെവൽ എക്സാംസ് ആയ ASMനും വെബ്കോ LDക്കും പിന്നെ ഏതാണ് VFAക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ASMൻ്റെ കൺഫർമേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക. ASMന് ഒരു എക്സാം ആയിട്ടാണ് നടത്തുന്നത്, അതായത് മെയിൻ എക്സാം മാത്രമായിട്ടാണ് നടത്തുന്നത്. പ്രിലിംസ് ഇല്ല. കഴിഞ്ഞ LDC പോലെ എല്ലാ ജില്ലകളിലും ഒരു മെയിൻ എക്സാം മാത്രമായിട്ടാണ് നടത്തുന്നത്. പിന്നെ ഈ വരാൻ പോകുന്ന VFAക്കും വെബ്കോ LDCക്കും കമ്പനി ബോർഡിനൊക്കെ പ്രിലിംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാംസ് നടത്തുമ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് മെയിൻസ് നടന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് ഉണ്ടാകുമോ എന്നറിയില്ല. PSCയുടെ കാര്യമല്ലേ, അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ടൈം ടേബിളിലേക്ക് വരാം. ഇതൊരു വീക്ക്ലി ടൈം ടേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വീക്ക് കൊണ്ട് സിലബസിലെ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാർക്ക് ബേസ് ആണ് ഓരോ സബ്ജക്റ്റിനും ടൈം കൊടുത്തിട്ടുള്ളത്. ഒരു 10th ലെവൽ എക്സാമിൻ്റെ സിലബസ് എടുത്ത് നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ മാർക്ക് പോയിട്ടുള്ളത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർസിനാണ്. മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, കറണ്ട് അഫെയർസ് 20 മാർക്ക്. അപ്പോൾ അതിന് കൂടുതൽ ടൈം കൊടുത്തിട്ട് മൺഡേ മുതൽ സാറ്റർഡേ വരെ ഈ 4 സബ്ജക്റ്റും ഡെയിലി പഠിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ടൈം ടേബിൾ സെറ്റാക്കിയിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷ് 1 മണിക്കൂർ, മാത്സ് 1 മണിക്കൂർ, മലയാളത്തിന് 30 മിനിറ്റ്, കറണ്ട് അഫെയർസ് 45 മിനിറ്റ്. ഇത് ഡെയിലി മൺഡേ മുതൽ സാറ്റർഡേ വരെ നമ്മൾ നോക്കും. പിന്നെ വർക്ക് ചെയ്യുന്നവർക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത്രയും ടൈം പഠിക്കാൻ കിട്ടണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അവർക്ക് ഇതിൻ്റെ ലെങ്ത് കുറക്കാം. ഇപ്പോൾ 1 അവർ എന്നുള്ളത് ഒരു അരമണിക്കൂറോ 25 മിനിറ്റോ ആയിട്ട് സെറ്റാക്കാം. പക്ഷേ ഡെയിലി നോക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ ഈ മാത്സും ഇംഗ്ലീഷും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ളവർ ഡെയിലി നോക്കേണ്ട ആവശ്യമില്ല. വീക്കായിട്ടുള്ളവരുടെ കേസിലാണ് ഇത് ഡെയിലി നോക്കേണ്ട ആവശ്യം വരുന്നത്. ഇനി നമ്മൾ സിലബസ് ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മാർക്ക് കുറച്ചും കൂടെ അധികമുള്ള സബ്ജക്റ്റാണ് ബയോളജി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇമ്പോർട്ടൻറ്റ് ലോസ്, സിവിക്സ്, അതായത് കേരളവും ഭരണ സംവിധാനങ്ങളും. അപ്പോൾ ഇത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഈ 3 ദിവസങ്ങളിൽ ഒരു 40 മിനിറ്റ് വെച്ചിട്ട് നോക്കണം. ഈ സബ്ജക്റ്റുകൾക്ക് കുറച്ച് മാർക്ക് അധികം വരുന്നത് കൊണ്ടാണ് ഞാൻ 3 ദിവസം കൊടുത്തത്. അടുത്തത് ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, ആർട്ട്, കൾച്ചർ, സ്പോർട്സ് ഇത് 40 മിനിറ്റ് വെച്ചിട്ടും IT 30 മിനിറ്റ് വെച്ചിട്ടും നോക്കണം. IT ഞാൻ 30 മിനിറ്റ് കൊടുത്തത് ITക്ക് വെറും 3 മാർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ ദിവസവും പഠിച്ച കാര്യങ്ങൾ, അതായത് മൺഡേ മുതൽ ഫ്രൈഡേ വരെ 35 മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ PYQ നോക്കാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. വീക്കെൻഡ്സിൽ സാറ്റർഡേ ആൻഡ് സൺഡേ റിവിഷനും മോക്ക് ടെസ്റ്റും നടത്തണം. അതായത് ഒരു വീക്ക് മുഴുവനായിട്ട് പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്യാം, മോക്ക് ടെസ്റ്റ് എടുക്കാം. മോക്ക് ടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ PYQ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിലൊക്കെ മോക്ക് ടെസ്റ്റ് വരുമല്ലോ, അപ്പോൾ അത് OMR വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സിലബസിലെ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ വീക്ക്ലി എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിളാണിത്. ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് ഫോളോ ചെയ്യാം. ക്ലാസ്സിന് പോകുന്നവർക്ക് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ട് ഒരു ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ ഡെയിലി ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ടൈം ടേബിൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ടൈം ടേബിളിനെ പറ്റിയിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് കുശലം പറയാം. OED എക്സാമൊക്കെ കഴിഞ്ഞ് ഒരു 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ്, അതായത് ഇന്നലെയാണ് ഞാൻ നാട്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. എക്സാം കഴിഞ്ഞതിന് ശേഷം 1-2 ദിവസം ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. വീഡിയോസും എടുത്തിട്ടില്ല, ഇട്ടിട്ടുമില്ല, അങ്ങനെ അങ്ങ് പോയി. പക്ഷേ അങ്ങനെ അങ്ങ് നിർത്താൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ഇതൊരു റീസ്റ്റാർട്ടിങ് ബ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. റീസ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ടേബിൾ വൃത്തിയാക്കുക എന്നുള്ളതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇതുണ്ടല്ലോ ഒരു ഡസ്റ്റ്ബിനാണ്, കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. പക്ഷേ എൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അകത്താണ് ഇടുന്നത്. അതൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ടേബിളും ബുക്സും ഒക്കെ ഒന്ന് അറേഞ്ചായി സെറ്റാക്കി വെച്ചാൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഇത് വരും. ഇത് മീൻസ് അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. 2-3 ദിവസം വീഡിയോസ് ഇടാതിരുന്നപ്പോൾ എന്താ വീഡിയോസ് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എക്സാം വിഷമാണെന്ന് പറഞ്ഞപ്പോഴും ഒരു മോട്ടിവേഷൻ പോലെ 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വീഡിയോസ് ഇടാനും എടുക്കാനും ഉള്ള ഒരു ഇൻസ്പിറേഷനാണ്.
ഈ പ്രാവശ്യം ഞാൻ ടേബിൾ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ ബുക്സ് ഒന്നും ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടേബിളിൽ വേറെ ബുക്ക് ഉണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. സോ ഞാൻ ബുക്സൊക്കെ ടേബിളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെൻ്റെ ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്, പക്ഷേ അത് കുറച്ച് വലുതാണ്. അപ്പോൾ ഞാനത് മാറ്റി ഒരു ചെറിയൊരു പ്ലാന്റ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതുന്ന ഒരു ബുക്ക് മാത്രം ടേബിളിൽ വെച്ചിട്ട് ബാക്കി എല്ലാ ബുക്സും, അതായത് ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ ഷെൽഫിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇതാണ് ആ ഒരു ബുക്ക്. ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏത് സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ആ ഒരു ബുക്ക് മാത്രം ടേബിളിൽ വെച്ചിട്ട് ബാക്കി എല്ലാ ബുക്കും ഞാൻ ഈ ഷെൽഫിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ടേബിളൊക്കെ ഒന്ന് സെറ്റായി. പിന്നെ ഈ ഒരു ഫ്ലവറല്ല ക്ലോ ക്ലിപ്പ് ഞാൻ അധികം യൂസ് ചെയ്യില്ല. അപ്പോൾ അവിടെ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ടൈം ടേബിൾ ഉണ്ടല്ലോ, അത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് എൻ്റെ മുന്നിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം കേട്ടോ. നാളെ മുതലാണ് ഞാൻ ഈ ഒരു ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഡേ 1 എന്ന രീതിയിൽ നാളെ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. 1 വീക്ക് വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഈ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നൈറ്റ് കുറച്ച് കറണ്ട് അഫെയർസ് ഒക്കെ സെറ്റാക്കി വെക്കണം. കഴിഞ്ഞൊരു വീക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ ഡെയിലി കറണ്ട് അഫെയർസ് ഒന്നും എഴുതൽ നടന്നിട്ടില്ല. അപ്പോൾ എഴുതാനുള്ളതൊക്കെ എഴുതി ഓക്കെ ആക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോൻ്റെ കമൻസിന് റിപ്ലൈ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ നോക്കുക. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തവരുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക. നമുക്കൊന്നിച്ച് റീസ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഈ ഒരു ക്ലിപ്പ് വരെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams, caught in the spell of the cosmic night.